വെൽക്കം ടു ക്യൂ മാസ്റ്റർ. ലോക ജലദിനം. ഉത്തരം മാർച്ച് 22. ഇന്ത്യയിലെ ആദ്യത്തെ രാത്രി വാനനിരീക്ഷണ കേന്ദ്രം ഡാർക്ക് സ്കൈ റിസർവ് ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഹാൻലെ ഗ്രാമം, ലഡാക്ക്. ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ തലവനായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? ഉത്തരം ജിയാനി ഇൻഫാന്റിനോ. സ്വിസ് സ്ഥാപനമായ ഐക്യു എയർ പുറത്തിറക്കിയ 2022 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും വായു മലിനീകരണം കൂടിയ രാജ്യം? ഉത്തരം ആഫ്രിക്കൻ രാജ്യമായ ചാഡ്. ഇന്ത്യ 8-ാം സ്ഥാനത്ത്. 2023 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയ തമിഴ് സാഹിത്യകാരൻ? ഉത്തരം പെരുമാൾ മുരുകൻ. പൂക്കുഴി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ഫയർ എന്ന നോവൽ. 2023 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ? ഉത്തരം മേരി കോം, ബോക്സിംഗ് താരം. ഫർഹാൻ അക്തർ, ബോളിവുഡ് താരം. എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് 2023 മാർച്ചിൽ പ്രഖ്യാപിച്ചത്? ഉത്തരം 95ാമത്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം? ഉത്തരം ഹുബ്ബള്ളി ശ്രീ സിദ്ധരൂപ സ്വാമി റെയിൽവേ സ്റ്റേഷൻ, ബംഗളൂരു, കർണാടക. തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയത്? ഉത്തരം കള്ളിക്കാട്, തിരുവനന്തപുരം. സർക്കാർ ബസ്സുകളിൽ 2023 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഇന്ത്യൻ നഗരം? ഉത്തരം പുതുച്ചേരി. കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പരിശോധന? ഉത്തരം ഓപ്പറേഷൻ പ്യുവർ വാട്ടർ. ഇന്ത്യയിൽ ആദ്യമായി കടലിൽ കാറ്റാടിപ്പാടം ഒരുക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്? ഉത്തരം വിഴിഞ്ഞം, തിരുവനന്തപുരം. 2023 സംസ്ഥാന സർക്കാർ വിനോദ നികുതിയിൽ നിന്നും ഒഴിവാക്കിയ സിനിമ? ഉത്തരം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, മഹാകവി കുമാരനാശാന്റെ ജീവിതകഥ പറയുന്ന സിനിമ. 2023 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ച മലയാള കവി? ഉത്തരം മധുസൂദനൻ നായർ. കാഴ്ച പരിമിതർക്ക് സിഗ്നലുകൾ തൊട്ടറിയാനുള്ള സംവിധാനം ഒരുക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല? ഉത്തരം തൃശൂർ. നഗരപ്രദേശങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയാനുള്ള കേരള പോലീസ് പദ്ധതി? ഉത്തരം അവഞ്ചേഴ്സ്. 15 വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിനു വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി? ഉത്തരം ഈ-മുറ്റം. വനവും വന്യജീവികളുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള മുഖ്യമന്ത്രി ഏത് പേരിലാണ് ഏപ്രിൽ 2 യോഗങ്ങളുടെ ഒരു പരമ്പര ആരംഭിച്ചത്? ഉത്തരം വനസൗഹൃദ സദസ്സ്. വയനാട്ടിൽ വനസൗഹൃദ സദസ്സ് എന്ന പേരിൽ ആരംഭിക്കുന്ന പരമ്പരയിൽ സംസ്ഥാനത്തെ 51 നിയോജക മണ്ഡലങ്ങളിലെ 223 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും തമ്മിൽ സൗഹാർദ്ദപരമായ ബന്ധം ഉറപ്പാക്കാനും വനം വന്യജീവികളുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി രമ്യമായി പരിഹരിക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.